എല്ലാവർക്കും അറിയാം നമ്മുടെ +1 അഡ്മിഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് 3 അലോട്ട്മെന്റ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് മെയിൻ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ആൻഡ് തേർഡ് അലോട്ട്മെന്റ്. അതിൽ ആദ്യത്തെ 2 അലോട്ട്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ തേർഡ് അലോട്ട്മെന്റിനാണ് അല്ലേ. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിക്കാണും. പക്ഷെ ചില മക്കൾക്ക് അവർ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഒരൊറ്റ സ്കൂളിൽ പോലും അഡ്മിഷൻ കിട്ടാത്തവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും കാത്തിരിക്കുന്നത് ഇനി ഒരു തേർഡ് അലോട്ട്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് എന്നാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 19-ാം തീയതിയാണ് നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിക്കോട്ടെ, സെക്കൻഡ് അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഈ ഒരു അലോട്ട്മെന്റിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഒരവസരം ഉണ്ടായിരുന്നു അല്ലേ. അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച സ്കൂളല്ല കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ മിസ് പറയാറുള്ള പോലെ നമ്മളിങ്ങനെ കുറേ ഓർഡേഴ്സ് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മളിങ്ങനെ 1, 2, 3, 4 എന്നിട്ട് കൊടുക്കും അല്ലേ, ഓരോരോ സ്കൂളുകൾ അല്ലേ. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടുള്ളത് ഏതാണ്? ഇപ്പോൾ 4th കൊടുത്ത സ്കൂളാണ് എൻ്റെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ അടുത്ത സ്കൂൾ ഇതിന് മേലെയുള്ള സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇനി അഥവാ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇനി നിങ്ങൾക്ക് അഥവാ കിട്ടി, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂള് അല്ലെങ്കിൽ രണ്ടാമത് കൊടുത്ത സ്കൂളാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് മാറി നിങ്ങൾ എന്തായാലും ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ സ്കൂളിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇതുവരെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സ്കൂളാണോ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് അവിടെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. ഓക്കെ, റെഡി? ഇനി അഥവാ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ സ്കൂൾ കിട്ടിയില്ല, നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക അല്ലേ, വേറെ സ്കൂളിൽ മാറ്റമൊന്നും വന്നില്ല, 4th സ്ഥാനത്ത് ഏത് സ്കൂളാണോ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ഏത് സ്കൂളാണോ അത് തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെയാണ് ഈ 4th കൊടുത്തിട്ടുള്ള സ്കൂളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി അഥവാ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച സ്കൂളല്ല കിട്ടിയിട്ടുള്ളത് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഏതൊക്കെ സ്കൂളിലാണ് സീറ്റുകൾ ഒഴിവുള്ളത് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് അനുസരിച്ച്, അതായത് എവിടേക്കാണ് സീറ്റ് ഒഴിവുള്ളത്, നമുക്ക് സീറ്റ് ഫില്ലായിട്ടുള്ള സ്കൂളുകളൊന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല, സീറ്റ് എവിടേക്കാണ് ഒഴിവുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഒഴിവുള്ളതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒഴിവുള്ള സ്കൂൾ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് മിസ് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അതാ വരുന്ന സമയത്ത് വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വരാനായിട്ട് പോകുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിലായിരിക്കും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾക്ക് സീറ്റ് കിട്ടൂല എന്നൊന്നും വിചാരിക്കേണ്ട. തേർഡ് അലോട്ട്മെൻറ്റിൽ ഒത്തിരി സീറ്റുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനോട് കൂടിയിട്ട് നമ്മുടെ ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും അവിടെ സീറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂസ് അനുസരിച്ചിട്ട് SC ST-കാർക്ക് 42,000 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് 42,000 സീറ്റ്സിൽ അത് അവിടെ ഒഴിവുണ്ടായിരുന്നു, SC ST-കാർക്ക് വേണ്ടി മാറ്റി വെച്ച സീറ്റായിരുന്നു. അപ്പോൾ അത് തേർഡ് അലോട്ട്മെൻറ്റിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് അവിടെ സീറ്റ് ഇത്രയും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ എന്താണ്, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ അത് യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ന്യൂസ് അനുസരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മെറിറ്റ് സീറ്റും ഒരു 70,000 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ സീറ്റുകളെല്ലാതും ഫില്ലാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷനും കിട്ടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ആരും ഇനി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് ഇരിക്കുക. എന്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇനി അഥവാ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ടും ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള
ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇവിടെ അപ്ഡേഷൻസ് മാത്രമായിരിക്കില്ല, നിങ്ങൾക്കുള്ള ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവർക്കും മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടീച്ചേഴ്സാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലാസ്സസ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടിപൊളിയായിട്ട് ഇനിയുള്ള ക്ലാസ്സസ് ഒക്കെ കാണുക, ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. ഓക്കെ.